ഹായ് ഫ്രണ്ട്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ടേസ്റ്റിലൊരു പായസം ഉണ്ടാക്കാം ഇന്ന്. അധികം ചിലവുകളൊന്നും ഇല്ലാതെ ടേസ്റ്റിയായ ഈ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതേപോലെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സ്കിൻ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ക്യാരറ്റ് ഒരു പാത്രത്തിലേക്കിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 ഗ്ലാസ് ചവ്വരി മുങ്ങാൻ പാകത്തിൽ വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് സമയം ഇത് സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ എടുത്തത് ചെറിയ പേഴ്സാണ്, വലിയതായാലും കുഴപ്പമൊന്നുമില്ല. ക്യാരറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് അരച്ചെടുക്കണം. ക്യാരറ്റ് വേവിച്ച കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് ഇത് അരച്ച് മാറ്റി വെക്കാം. ഇനി പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് 1/4 ഗ്ലാസ് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് നെയ്യോ ബട്ടറോ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കണം. ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് വറുത്തെടുക്കാം. നമ്മുടെ കയ്യിലുള്ളത് വറുത്ത സേമിയ ആണെങ്കിൽ കൂടി ഇതേപോലെ ബട്ടറോ നെയ്യോ ഒഴിച്ച് വറുത്തെടുക്കണം. സേമിയ ഇതേപോലെ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പായസം കഴിക്കാൻ വേണ്ടി. സേമിയ ഇതേപോലെ നന്നായി വറുത്തതിന് ശേഷം ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. 2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ വെള്ളത്തിന് പകരം പാല് തന്നെ ഒഴിക്കാം. ഇനി ഈ സേമിയ പാലിൽ വെന്ത് വരണം. ഒരുപാട് വെന്തടിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇതിന് നല്ല തിള വന്നാൽ മതി. സേമിയ ഒരുപാട് വെന്ത് പോയാൽ പായസത്തിന് വല്ലാത്തൊരു കൊഴുപ്പായിരിക്കും, കഴിക്കാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ നല്ല തിള വരുന്ന സമയത്ത് സോക്ക് ചെയ്ത് മാറ്റി വെച്ച ചവ്വരിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. അത് മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ചവ്വരി സോക്ക് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. ഇത് കുറച്ച് കട്ടിക്കാന്നുള്ളത് ഇതിലേക്ക് 1 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നത് ചൂട് വെള്ളമാണ്. ചൂട് വെള്ളത്തിന് പകരം ചൂട് പാല് വേണ്ടിക്കലും ഒഴിക്കാം. ഇനി ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ച ക്യാരറ്റില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല കളറുള്ള ക്യാരറ്റാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ക്യാരറ്റ് നന്നായി വേവിച്ചത് കൊണ്ട് തന്നെ ഇതിന് പച്ചമണമൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഇത് വേവേണ്ട ആവശ്യമില്ല. ഇത് കഴിക്കുന്ന സമയത്ത് ക്യാരറ്റിൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല, ക്യാരറ്റിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളറും ആയിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റും നല്ല മധുരമുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് പഞ്ചസാര ഇത്രയും മതി. മധുരത്തിന് വേണ്ടി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പഞ്ചസാര 2.5 ടേബിൾ സ്പൂൺ മാത്രം ഇട്ടത്. ചവ്വരി ഇട്ടത് കൊണ്ട് ഇത് നല്ല കട്ടിയായിരിക്കും, അപ്പോൾ 1 ഗ്ലാസ് ചൂട് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയെങ്കിൽ ആദ്യം തന്നെ 3 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ചാലും മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇട്ടിട്ടുള്ളത്. മധുരം നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും ഇതിന്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാക്കുരു പൊടിച്ചതും കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് രണ്ടും എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിപ്പോയി, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി നെയ്യിൽ വറുത്തതും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പായസം റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റിയായ വെറൈറ്റി പായസം റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.